എന്ന് പറഞ്ഞാൽ 2 പേരെ വിളിച്ച് ആ പണം കൊടുത്താക്കി. പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ പറഞ്ഞ് ഞാൻ നേരിൽ കണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ഒരു 3 മാസത്തിൽ ഒരിക്കൽ അദ്ദേഹം കുമ്പസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കുമ്പസാരിക്കണമെന്ന് തോന്നുമ്പോൾ എന്നോട് ഒരു അച്ഛ, എനിക്ക് ഇന്ന അച്ഛൻ്റെ അടുത്ത് ഒരു കുമ്പസാരിക്കണം, നമ്മുടെ പുതുപ്പള്ളി പട്ടത്തുപോലുള്ള കല്ലറക്കച്ചൻ്റെ അടുത്ത് അദ്ദേഹം കുമ്പസാരിക്കാൻ പോകണം. ഞാൻ അച്ഛനോട് അച്ഛ തിരുമേനിക്ക് കുമ്പസാരിക്കാൻ എപ്പോഴാണ് വരണമെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ എന്നോട് പറയുന്ന മറുപടി എന്നറിയോ? വേണ്ട, തിരുമേനി എപ്പോഴാവശ്യമുള്ള ഞാൻ അങ്ങോട്ട് വരാറില്ല. ഞാൻ ഇവര് തിരുമേനി പറയുമ്പോൾ തിരുമേനി പറയുന്ന മറുപടി എന്നറിയോ? വേണ്ട വേണ്ട, ഞാൻ പാപിയാണ്, ഞാൻ ദൈവത്തിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ടാക്സി പിടിച്ച് ഞാനും കൂടെ പോകും. ആ കല്ലറക്കപ്പള്ളിയിൽ ആ അച്ഛൻ്റെ അടുത്ത് അവിടെ പോയി കുമ്പസാരിക്കാൻ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച കേൾക്കണം. അദ്ദേഹം ചെയ്ത പാപങ്ങളെല്ലാം ഒരു കടലാസിൽ എഴുതി ആ പട്ടക്കാരൻ്റെ മുമ്പാകെ അദ്ദേഹം മുട്ടുകുത്തി അതെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം അച്ഛൻ തലയെ കൈവച്ച് തിരുമേനിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എഴുന്നേറ്റ് കഴിയുമ്പോൾ പള്ളിയിലെ മെഴുകുതിരി കത്തിച്ച് ആ കടലാസ് കത്തിച്ച് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം കുമ്പസാരിക്കാൻ പോകും. അത്രയ്ക്ക് ജീവിത ബിസി ഉണ്ടായിരുന്നില്ല. പള്ളിയകത്ത് കയറുന്നത് തന്നെ ഭയത്തോടും മുറയോടും കൂടിയാണ്. ഇത് ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവത്തിൻ്റെ, നമുക്ക് പുറത്ത് എന്ത് വേണമെങ്കിലും കാണാം, പക്ഷെ പള്ളിയകത്ത് കയറുമ്പോൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാലയമാണ്. അവിടെ നമ്മൾ കയറുമ്പോൾ ദൈവ ഭയഭക്തിയോടും ബഹുമാനത്തോടും ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ നേർച്ച കാഴ്ചകളെ ഞാൻ നിനക്ക് സമർപ്പിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ജീവിച്ചിടത്തോളം കാലം അദ്ദേഹം ദൈവത്തെ കണ്ട് ദൈവമായിട്ട് സംസാരത്തെ പ്രാർത്ഥന കൂടി അദ്ദേഹം ജീവിതം സമർപ്പിച്ചാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹം മെത്രാപ്പൊലീത്ത എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു, പാത്രികസ്വാമിയുടെ അരമേല ഒന്ന് പോകണം, യെരുശലേമിൽ കർത്താവിൻ്റെ കബറുകളിൽ നിന്ന് പോകണം, കർത്താവ് ജനിച്ച സ്ഥലം പോകണം, ആ സെഹിയോൻ മാളിയിൽ കർത്താവ് കുർബാന അർപ്പിച്ച് അവിടെ നിന്ന് പോകണം. അദ്ദേഹം പറഞ്ഞു, അച്ഛാ എല്ലാവർക്കും കർത്താവ് ജനിച്ച സ്ഥലത്തും കർത്താവ് മനുഷ്യനെടുത്തും അവിടേക്ക് പോകാനായിരുന്നു, പക്ഷേ എനിക്ക് ആഗ്രഹം, എനിക്ക് കർത്താവിനെ കണ്ടാൽ മതി. അതുകൊണ്ട് കാണുന്നതോ താൽക്കാലികവും കാണാത്തതോ നിത്യം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഞാൻ ജീവിക്കുന്ന, അച്ഛനും ഞാനും ജീവിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ്? വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞാൻ നോക്കിപ്പാർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നോക്കിപ്പാർക്കുന്നു. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ജീവിതം നയിക്കണം. നമ്മുടെ യഥാർത്ഥ ജീവിതം അതാണ്. ഇതെല്ലാം മായ മായ മായ, ഇന്ന് കണ്ട് നാളെ മാടും പൂക്കളെ പോലെയുള്ള ജീവിതം. അതുകൊണ്ട് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവൻ, അതാണ് ദൈവത്തെ. ആ പുതിയ ജീവനിൽ ദൈവത്തെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കർത്താവിനെ കാണുന്ന കണ്ണാടിയിൽ കൂടി കടമഴിയായി കാണുന്നു. ഒരു പട്ടക്കാരൻ മരിച്ചു കഴിയുമ്പോൾ അംശവസ്ത്രങ്ങളോടുകൂടിയാണ് അവനെ അടക്കുന്നത്. എന്താ? ആ ജോലി ഇവിടെ കൊണ്ട് തീരുകയല്ല, അച്ഛൻ്റെ ജോലി, മെത്രാച്ചൻ്റെ ജോലി ഇവിടെ കൊണ്ട് തീരുകയല്ല. ഹായേ തലോലം എന്നാ പറഞ്ഞുകൊണ്ടാണ്, ഹായേ തലോലം, 2 ലോകങ്ങളിൽ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ആ പട്ടക്കാരൻ്റെ ജോലി അവിടെ ദൈവത്തിന് മുമ്പാകെ തുടരുവാൻ തക്കവണ്ണം ഒരുക്കത്തോടും ഇവിടെ ജീവിക്കണം. പക്ഷേ നമ്മൾ ആ ഒരുക്കത്തോടു കൂടിയാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് ബോധ്യം വരണം. മറ്റുള്ളവർ, ഒരു പട്ടക്കാരൻ ഇത്രയും ഇതൊക്കെ ഒരു തിരുമേനിൽ കാണുന്ന മറ്റൊരു കാര്യം, ഞാൻ തിരുമേനി വലിയ വിദ്യാഭ്യാസ അന്വേഷണമല്ലായിരുന്നു, ഒരു സാഹിത്യകാരനല്ലായിരുന്നു, ഒരു വലിയ വാഗ്മിയല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു മറ്റ് പല തിരുമേനിമാർ കാണുന്ന പോലെയുള്ള യാതൊരു പ്രത്യേകതയും അദ്ദേഹത്തില്ലായിരുന്നു. പക്ഷേ എങ്ങനെ അദ്ദേഹം മെത്രാപ്പൊലീത്തയായി? അദ്ദേഹം പെരുമ്പള തിരുമേനായി മറുപടി പറഞ്ഞു, ഒരു പട്ടക്കാരനോ അല്ലെങ്കിൽ ഒരാളിലോ ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണോ അതെല്ലാം പറവളത്തച്ചരിൽ മൽപ്പാനച്ചിലുണ്ടായിരുന്നു. ഒരു പട്ടക്കാരിൽ എന്തെല്ലാം ദൈവം കാണാൻ ആഗ്രഹിക്കുന്നോ അതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. മെത്രാപ്പൊലീത്താകാൻ ഒരു കാലത്തും അദ്ദേഹം ആഗ്രഹിച്ചില്ല.
മിഖായേൽ മാർ ദീവന്നാസ്യോസ് തിരുമേനി അദ്ദേഹത്തെ അർപ്പാസ്ഥാനം കൊടുക്കാൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞു, തിരുമേനി ഞാൻ ഇപ്പം എനിക്ക് സാഹചര്യമില്ല, ഞാൻ മുമ്പോട്ടായിട്ടാണ്. മറ്റേ ആദ്യം ചെയ്ത ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാബയ്ക്ക് അറിയാമായിരുന്നു. അദ്ദേഹം പള്ളി പണിത് കഴിഞ്ഞപ്പോൾ ബാബാട് പറഞ്ഞു, എനിക്ക് വികാരത്തിന് വേണ്ടി പറഞ്ഞ വാക്ക് സാധിച്ചു തരണം. റംബാനാണ് ഇപ്പൊ തന്നെ റംബാന എപ്പോഴാണ് വസ്ത്രം വേണ്ടിയെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ഈ പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ എറമാസ്ഥാനം ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഈ പള്ളിയിൽ വെച്ച് പെരുമ്പള തിരുമേനി, കൂറോസ് തിരുമേനി, അതുപോലെ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ എറമാസ്ഥാനം മെത്രാപ്പൊലീത്താകാൻ ഒരു കാലത്തും ഒരു യോഗ്യത എനിക്കില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം മെത്രാപ്പൊലീത്ത സുന്നോദോസിന് അദ്ദേഹത്തിനെ വിളിച്ചു. പിറ്റേ ദിവസം തലേദിവസം എന്നോട് പറഞ്ഞ ചാമ്പക്ക് സുന്നോദോസിന് പോകണം, എനിക്കൊരു കാർ വേണം. ഞാൻ അദ്ദേഹത്തെ കാറ് പിടിച്ചു കൊടുത്തു. തിരികെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് ചുമതലയേൽക്കാൻ സുന്നോദോസ് തീരുമാനിച്ചു. പക്ഷേ അന്ന് രണ്ടുപേരും മെത്രാപ്പൊലീത്ത സ്ഥാനം ഏൽക്കാൻ റെഡിയായിട്ടിരിക്കുക. നമ്മുടെ മൂത്തടത്തെ തിരുമേനി ഫിലിപ്പോസ് മാർ യൂഹാനസിന് ഫിലിപ്പോസ് മാർ യൂഹാനസ് തിരുമേനി പട്ടം കൊടുത്ത് പഠിപ്പിച്ച ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പട്ടം കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട, ഞാനതിന് യോഗ്യനല്ല, അതിന് ആ സ്ഥാനത്ത് ഞാൻ യോഗ്യനില്ല. ഉടനെ നമ്മുടെ പെരുമ്പള തിരുമേനി, ദീവന്നാസ് തിരുമേനി, കൂറോസ് തിരുമേനി അവരൊക്കെ പറഞ്ഞു, ഇന്ത്യ എന്താ അവന് മെത്രാപ്പൊലീത്ത യോഗ്യത എന്താണെന്ന് ചോദിച്ചു. ഇവിടെ ഇരിക്കുന്നവരിൽ 7 നേരം പ്രാർത്ഥിക്കുന്നവർ ആരോടോ ചോദിച്ചു. പക്ഷെ യാമന്തോറും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു തിരുമേനി, യാമന്തോറും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ കളവിൽ അത്താനാസ്യോസ് തിരുമേനി അദ്ദേഹം പറഞ്ഞത്, എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയെന്ന്. എന്താ? പ്രാർത്ഥിക്കുന്ന ഒരു മെത്രാച്ചനെ എനിക്ക് കിട്ടി. അന്നത്തെ കാര്യം എനിക്ക് പറയുന്നത്. അദ്ദേഹം അതുപോലെ ജീവിതം നടത്തിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹം മെത്രാപ്പൊലീത്ത തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഞാൻ അത് കേട്ട് സന്തോഷിച്ചപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. അച്ഛൻ എന്തുകൊണ്ടായി സന്തോഷിക്കുന്നത്? എന്ത് കാര്യങ്ങളാണ് അച്ഛൻ? ഒന്നാമത് അതിന് യോഗ്യത എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ആലുവയിലെ വലിയ തിരുമേനിയെ പോലെ മിഖായേൽ മാർ ദീവന്നാസ്യോസ് തിരുമേനിയെ പോലെ ഞാനൊരു മെത്രാച്ചനാകുകയെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ കഴിവതും അത് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷേ ചിലർ തീരുമാനിച്ചു ഇനി നമുക്കൊന്നും പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഈ ലോക ജീവിതത്തിൽ നല്ല ഒരു ജീവിതം അദ്ദേഹം നയിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ജീവിത മാതൃക എന്നും നമുക്ക് ഒട്ടയായിരിക്കട്ടെ. ഒരു കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അറുപത്തിയൊൻപത് വർഷക്കാലമേ അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചുള്ളൂ. മെത്രാപ്പൊലീത്ത ആയിട്ട് 7 വർഷം കഷ്ടിച്ച് ജീവിച്ചു. റംബാനായിട്ട് അദ്ദേഹം 7-8 വർഷത്തോളം. പക്ഷെ ആ റംബാനായി ഇരുന്ന കാലത്ത് അനേകം ആളുകൾ, ശമാശന്മാരും അച്ഛന്മാരും മറ്റുള്ളവരൊക്കെയും അദ്ദേഹത്തിന് പഠിക്കാൻ വരുമായിരുന്നു. ആ 69 വർഷക്കാലം വിജയകരമായി ക്രിസ്ത്യ ജീവിതം നയിച്ച ശേഷം കിരീടം പ്രാപിച്ച് തികച്ചും അതിന് അർഹനായി തീർന്ന ഒരാളാണ് പുണ്യവാനായ യാക്കോബ് മാർ തീമോഥെയോസ്. അതായത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോഥെയോസിന് കൊടുത്ത ഉപദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച് ഒരു 2ാം തീമോഥെയോസ് ആയിരുന്നു ഈ കാലത്തെ യാക്കോബ് മാർ തീമോഥെയോസ്. അദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ പുരുഷൻ എന്ന് പറയുന്നത് യാക്കോബ് ശ്ലീഹയായി. യാക്കോബ് ശ്ലീഹയെ അനുകരിച്ച് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് കൊടുത്ത ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച ഒരു പുണ്യപിതാവായ തിരുമേനി. അദ്ദേഹത്തിൻ്റെ ഈ കാലം ചെയ്ത് കബറടങ്ങിയ ദിവസം ചൊവ്വാഴ്ച ദിവസമാണ് ഈ ഇവരുടെ പ്രാർത്ഥന എല്ലാ ദിവസവും. ആ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ 5 മണിക്ക് പ്രാർത്ഥന. ധാരാളം ആളുകൾ വരും കബറിൽ. തിരുമേനിക്ക് പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. നമ്മുടെ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലോസ് ഉണ്ടാവൻ ബാവ, അതുപോലെ തന്നെ തോമസ് പ്രഥൻ ബാവ, ഇവരൊക്കെ തിരുമേനിയുടെ കബറിലെ പ്രാർത്ഥനകൾ വന്നിട്ടുള്ളവരാണ്. നമ്മുടെ സഭയിലെ അന്നത്തെ മെത്രാപ്പൊലീത്തമാർ പലരും
ആ കബറിങ്കലെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ള ചൊവ്വാഴ്ച ദിവസത്തെ എല്ലാ ദിവസവും അതിരാവിലെ 8 മണിക്ക് ദേവാലയം തുറന്നിടും, വൈകിട്ട് 8 മണിക്കാണ്. അത് രാവിലെ 6 മണിക്ക് ദേവാലയം തുറക്കും, വൈകിട്ട് 8 മണിക്കാണ് ദേവാലയം അടയ്ക്കുന്നത്. അനേക ആളുകൾ ഇവിടെ ഓരോ സമയത്ത് വന്ന് കയറി പ്രാർത്ഥിക്കും. തിരുമേനി ഉണ്ടായിരുന്ന കാലത്തെ പോലെ തന്നെ ഇന്നും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ കുർബാനപ്പണം എന്ന് പറയുന്ന ഇടപാട് ഈ പള്ളിയിൽ ആരോട് കുർബാനപ്പണം ഇവിടെ മേടിക്കുക, അവിടെ പേര് വെച്ചിട്ടുണ്ട്. ആ പേര് ബുക്കിൽ എഴുതിയിടാം, ആവശ്യക്കാർക്ക് പറയില്ല, ഇട്ടില്ലെങ്കിലും ആ പേര് ഉപയോഗം. അത് കാരണം അത് തുറന്നു കഴിഞ്ഞാൽ ആ പേരിൻ്റെ ഒരു 3 ഇരട്ടി പൈസ ആയിരിക്കും അവിടെ കിട്ടുന്നത്. കാരണം തിരുമേനി ഒരിക്കലും ആരോട് പണം വാങ്ങിക്കുന്നില്ലായിരുന്നു, പേര് മാത്രം സ്വീകരിക്കുള്ളത്. ആ പേര് ഇന്നും അതുപോലെ തന്നെ അവിടെ കുർബാനയ്ക്ക് ബുക്ക് വെച്ചിട്ടുണ്ട്, പേന വെച്ചിട്ടുണ്ട്, പേരിടുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പേരിടുക, ആവശ്യമുണ്ടെങ്കിൽ പണം ഇടാം. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ 63 വർഷക്കാലം വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച ശേഷം ജീവന കിരീടം പ്രാപിക്കാൻ പോയ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് അനുഗ്രഹീതമായിട്ടുണ്ട്. നമ്മൾ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുടികൾ മുടഞ്ഞിടതിങ്ങ് ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി വരികോ രാജാരക്കവചൂടേറും. നമ്മുടെ കർത്താവ് കിരീടം ഉണ്ടാക്കി നിരനിരയായി ബലിപീഠത്തിൽ വെച്ചിരിക്കുക. പക്ഷേ ആ കിരീടം ആർക്കാൻ കൊടുക്കുന്നത്? നിർമ്മലരായി കർമ്മം അനുഷ്ഠിക്കുന്ന ആചാര്യന്മാരെ കർത്താവ് അണിയിക്കും ആ കിരീടം. ആ കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ പിതാവ് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. എൻ്റെ സംസാരത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുകൊണ്ട് പിതാവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എന്നെ ഞാനാക്കി തീർത്ത ഞാൻ എൻ്റെ മധ്യസ്ഥനാണ്. സർവസ്വനായ ദൈവം തമ്പുരാനിപ്പെട്ട അമ്മയും അതുപോലെ കഴിഞ്ഞാൽ എൻ്റെ മധ്യസ്ഥൻ തിരുമേനിയാണ്. എന്നെ ഞാനാക്കി നിർത്തിയ ഇദ്ദേഹമാണ്. അത് ഒരിക്കലും മറക്കാനാവാത്ത സംഭവമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്തിൽ യോഗ്യനല്ല. എന്നെ കൈപിടിച്ച് വളർത്തി ഞാൻ പള്ളിയിൽ സെമിനാരി പോണതിന് മുമ്പ് തന്നെ ശുശ്രൂഷ കർമ്മങ്ങളെല്ലാം പഠിപ്പിച്ചു. സെമിനാരി ഞാൻ 1 വർഷമേ പഠിച്ചുള്ളൂ. 1 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി പ്രിൻസിപ്പാളാണ്. അതുകൊണ്ട് തിരുമേനി പട്ടം കൊടുക്കാം. ഞാനും മൂലയിൽ വെച്ച് ഇടത്തര വെച്ച് ഒറ്റ ദിവസം 4 നാക്കപ്പള്ളി വെച്ച് അച്ഛന്മാരായതാണ്. 1978 സെപ്റ്റംബർ 17-ാം തീയതി. ഇപ്പോൾ ഏതാണ്ട് 48 വർഷം ആയി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഈ സംഗമം ഇവിടെ വെച്ച് നടത്താൻ ഇടയാക്കിയത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നിങ്ങൾക്ക് തിരുമേനിയിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് സമയമുണ്ടായിരുന്ന കൂടുതൽ സമയം ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ട് മതി നമ്മുടെ നൈനാച്ചൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സർവീസക്കാരുടെയും നമ്മളെ